അങ്ങനെ കുറേ പിതാക്കന്മാരുണ്ട്. എന്ത് ഉളത്തരം പറഞ്ഞു നടക്കുന്ന പിതാക്കന്മാർ. BJP എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഹാലിളകുന്നു. എനിക്ക് തലയ്ക്ക് സ്ഥിരമില്ലാഞ്ഞിട്ടാണ് എൻ്റെ അഭിപ്രായം. ഈ ക്രിസ്ത്യാനി നമ്മൾ ഇവിടെ കിടന്ന് ചാടുന്നവരെ എത്ര ഉണ്ടെന്നറിയാം. ഞാൻ ഉൾപ്പെടെ ക്രിസ്ത്യാനി ഇന്ത്യ രാജ്യത്ത് 2.5% എന്നത്തെയാണ് കിടന്ന് ചാടുന്നത്. BJPയുടെ മാന്യത കൊണ്ടല്ലേ അവരെ ചുവന്നുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് ഈ പിതാക്കന്മാരൊക്കെ ഊളത്തരം പറയാൻ പാടില്ല. സാറേ ജോർജെ, താങ്കൾക്കും താങ്കളുടെ മകനുമുള്ള തോൽവിയുടെ കുപ്പായം മെയ് 4-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് പാലായിലെയും അങ്ങ് പൂഞ്ഞാറ്റിലെയും മുസ്ലിമും ഹിന്ദുവും ക്രൈസ്തവനും ഒക്കെ ചേർന്നുകൊണ്ട് തുന്നി വെച്ചിട്ടുണ്ട്. താങ്കളങ്ങ് പോയി മേടിച്ചാൽ മതി. താങ്കൾക്കും BJPക്കും എന്നു മുതലാണ് ക്രിസ്ത്യാനികളോടും ക്രിസ്ത്യൻ സഭാ നേതാക്കന്മാരോടും അവിടെയുള്ള അവരുടെ അച്ഛന്മാരോടൊക്കെ പുച്ഛം തോന്നി തുടങ്ങിയത്? ഊളന്മാരാണെന്ന് പറഞ്ഞു തുടങ്ങിയത്? കറക്റ്റ് ഡേറ്റ് പറയട്ടെ. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് ശേഷം. അതിനുശേഷമാണ് നിങ്ങൾ BJPയും സംഘപരിവാറും PC ജോർജും പോലുള്ള ആളുകൾ ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യൻ സഭാ നേതാക്കൾക്കും ഒക്കെ എതിരെ പറഞ്ഞ് തിരിച്ചു തുടങ്ങിയത്. അതിന്റെ കാരണം വേറൊന്നുമല്ല. തൃശ്ശൂരിൽ ഒരു MP, ശ്രീ സുരേഷ് ഗോപി MP അവിടെ വിജയിപ്പിച്ചു. അതിന്റെ ഫലം അതിന്റെ വിജയിച്ചതിന്റെ അനന്തരഫലം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആ അനുഭവത്തിൽ നിന്നും കാഴ്ചകളുടെ സത്യം ഉൾക്കൊണ്ടാണ് കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയെ സപ്പോർട്ട് ചെയ്യാതെ മറ്റു പാർട്ടിക്കാരെ സപ്പോർട്ട് ചെയ്ത് കേരളത്തിൽ ഒരു BJPക്ക് അടിപതറുകയും മറ്റു പാർട്ടികൾ വിജയിക്കുകയും ചെയ്തത്. അതിനുശേഷം അതോടുകൂടി BJPക്കാർക്ക് മനസ്സിലായി, സംഘപരിവാരങ്ങൾക്ക്, ആ കേന്ദ്രങ്ങൾക്ക് മനസ്സിലായി, ക്രിസ്ത്യാനികളെ പിടിച്ചിട്ട് കാര്യമില്ല. അവർ പെട്ടെന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്, അവർ കുറച്ച് വിവരവും വിദ്യാഭ്യാസം ഉള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാവണം ക്രിസ്ത്യാനികളെ, ക്രിസ്ത്യൻ സമൂഹത്തെയും സഭകളെയും ഇപ്പോ മാറ്റി നിർത്തി അവർക്കിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ക്രിസ്ത്യൻ സഭകളുടെ മേലൊക്കെ സാമ്പത്തിക ഇടപാടും ആയിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വലിയ പ്രക്ഷോഭവും അതോടൊപ്പം തന്നെ വലിയ സംശയാസ്പദമായ കാര്യങ്ങളാണ് സഭകൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്രിസ്ത്യാനികളുടെ മേൽ ഒരു ഭയപ്പാടുണ്ടാക്കി ഒന്നുകിൽ കൂടെ നിർത്തുക, അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ നിയമങ്ങൾ കൊണ്ടുവന്നതിനെതിരെ BJP അത്തരം നിയമങ്ങൾ കൊണ്ടുവന്നതിനെതിരെ ക്രൈസ്തവ സമൂഹവും സഭയും ക്രിസ്ത്യാനികളും ഒക്കെ ഭയങ്കര ആദിയിലാണ്. BJP അവർ കൈവിട്ടത് മുതൽ അവരെ എങ്ങനെയെങ്കിലും ഒതുക്കണം എന്നൊരു രീതിയിലാണ് BJP നേതൃത്വം ഇവിടെ അതിന്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ക്രൈസ്തവ സഭകൾക്ക് നേരെയുള്ള ഇത്തരം അക്രമങ്ങളൊക്കെ തുടങ്ങിയത് വാർഡലക്ഷ ശേഷമാണ്. അവരത് മുമ്പേ മനസ്സിലാക്കി. ചില കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ചില അച്ഛന്മാർ അല്ലെങ്കിൽ സഭാ നേതാക്കന്മാരൊക്കെ കുറച്ചു നാൾ മുമ്പ് വരെ BJPയുടെ നാവായി മാറിയിരുന്നു. ഇവിടെ പ്രൊപ്പഗണ്ടകൾ ഉണ്ടാക്കുകയും ലവ് ജിഹാദ്, ഹലാൽ വിഷയങ്ങള്, പിന്നെ സ്വത്ത് തട്ടിയെടുക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു, പണം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ വിഷയങ്ങൾ പാവപ്പെട്ട ഈ സഭാ നേതാക്കന്മാരെ കൊണ്ട്, ചില അച്ഛന്മാരെ കൊണ്ടൊക്കെ പറയിച്ചു. പക്ഷേ പിന്നീട് അവർക്ക് മനസ്സിലായി എന്ത്, ഇന്ന് മുസ്ലിങ്ങൾ നാളെ ഞങ്ങൾ എന്നവർക്ക് മനസ്സിലായത് കൊണ്ടാണ് കഴിഞ്ഞ വാർഡ് ഇലക്ഷനിലൊക്കെ BJP തോപ്പിച്ചത്. അതിന്റെ ദേഷ്യമുണ്ട് BJPക്ക്. അതോടൊപ്പം തന്നെ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ട, ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ വേറൊരു ട്രാക്കിലേക്ക് പോവുകയും ക്രിസ്ത്യാനികളെ കൈയൊഴുകയും ചെയ്തത്. അതിന്റെയൊക്കെ ഒരു എക്സാമ്പിൾ ആണെന്നേ ഈ PC ജോർജ് ഇപ്പൊ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് കണ്ടില്ലേ? മനോരമയുടെ ആ ലേഖിക ചോദിച്ചപ്പോഴത്തേക്ക് പറയുകയാണ് സഭാ നേതാക്കന്മാരും അച്ഛന്മാരൊക്കെ ഊളകളാണെന്ന്. അതായത് ഇവരൊക്കെ എന്നാണ് താങ്കൾക്ക് ഊളകളായത്? ഒന്നുമല്ലേലും താങ്കൾ ബഹുമാനിക്കണ്ട, അവരെ കുറ്റം പറയാതിരുന്നൂടെ? താങ്കളുടെ പാർട്ടിക്ക് താങ്കളെയും സപ്പോർട്ട് ചെയ്തില്ല എന്ന് വിചാരിച്ച് അവരെങ്ങനെ ഊളകളാകും? അവർ വിവരവും വിദ്യാഭ്യാസവുമുള്ള ക്രിസ്ത്യൻ സമൂഹത്തെ സംരക്ഷിക്കുന്നവരല്ലേ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്? അവരെയാണോ നിങ്ങൾ ഊളകളെന്ന് വിളിച്ചത്, ചെറ്റകളെന്ന് വിളിച്ചത്? ഇതിനൊക്കെയുള്ള മറുപടി ഉടൻ തന്നെ അടുത്ത ഇലക്ഷനിൽ താങ്കൾക്കും മകനും പ്രതീക്ഷിക്കാം. കാത്തിരുന്ന് കാണാം.